സമയത്ത് എൻ്റെ ഹോൾ ടിക്കറ്റും കൊണ്ട് ഞാൻ ഇവിടെ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പം മാറി മാറി ഡേറ്റ് മാറ്റി പോവാണല്ലോ. ഞാൻ ചെയ്യുന്ന ഉടമ്പടിയിൽ എന്തെങ്കിലും പോരായ്മ ഇനി അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അച്ഛനെ വന്നൊന്ന് കാണിക്കണം, അല്ലെങ്കിൽ ആ ഹോൾ ടിക്കറ്റ് ഈ പടി വരെ ഒന്ന് കൊണ്ടുവരണം, ഈ ആൾത്താര വരെ ഒന്ന് കൊണ്ടുവരണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ. അതുപോലെ ഞാൻ കൊണ്ടുവന്നു, അച്ഛനെ വന്ന് കാണിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ അതായത് ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ദേഷ്യവും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ മാതാവ് അച്ഛനിലൂടെ എന്ത് മെസ്സേജ് എനിക്ക് തന്നാലും അത് നല്ലതാണെങ്കിലും ഇപ്പം അച്ഛൻ ശകാരിക്കുകയാണെങ്കിൽ എന്നെ ചെയ്താലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. കേട്ടിട്ട് അത് തന്നെ തുടരാതെ എനിക്ക് നല്ല രീതിയിൽ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ ഈ ആൾത്താരയിൽ മുട്ടുകുത്തി നിന്നപ്പോൾ ആ രണ്ടുപേരോട് അച്ഛൻ പറഞ്ഞു ഉടമ്പടി ഉടപ്പാതെ ചെയ്യണം. മൂന്നാമത്തെ ആൾ ഞാനാണ്. എൻ്റെ കയ്യിൽ തലയിൽ കുരിശുരൂപം വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു വൈകാതെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം കേട്ടാന്ന് പറഞ്ഞു. അത്രയും നേരം കരയാതെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങി. കാരണം എനിക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇതുവരെ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ആ വചനം, അമ്മ മാതാവിൻ്റെ ആ മെസ്സേജ് അച്ഛൻ്റെ നാവിലൂടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി.